നമ്മുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഇവയെല്ലാം ഒരു ഹാക്കറിൽ നിന്നും പല സൈബർ അറ്റാക്കുകളിൽ നിന്നും പല മാൽവെയർ അറ്റാക്കുകളിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഡിവൈസസ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അറിയാൻ പറ്റുമെന്നും പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു അല്ലേ. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അതുപോലുള്ള ഡിവൈസസ് എല്ലാം ഹാക്കായി പോകാനുള്ള ചാൻസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാക്കായി പോകാതിരിക്കാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുക. ഓൺലൈൻ അക്കൗണ്ടുകളാണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു പാസ്വേഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്തിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഗസബിൾ ആയിട്ടുള്ള പാസ്വേഡ് at 123, പാസ്വേഡ് 123, പാസ് 123, അഡ്മിൻ at 123 ഇങ്ങനെയുള്ള പാസ്വേഡുകൾ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒരേപോലെയാണ്. അതുപോലെ തന്നെ അറ്റാക്കേഴ്സിന് ഗസബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, വീട്ടിൻ്റെ പേര്, വണ്ടിയുടെ നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പാസ്വേഡിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 വേർഡ്സിൻ്റെ കോമ്പിനേഷൻസ് ഉള്ള വേർഡ് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ടൂൾസും അവൈലബിൾ ആണ്. ഈ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പാസ്വേഡിനെ ക്രാക്ക് ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോംപ്ലക്സ് ആക്കുക. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മിനിമം 8 അല്ലെങ്കിൽ 10 ക്യാരക്ടേഴ്സ് ലെങ്ത് വേണം. ഈ പാസ്വേഡിൽ തന്നെ നമ്പേഴ്സ് വേണം, സ്മോൾ ലെറ്റേഴ്സ് വേണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും വേണം. പിന്നെ ഒരു പാസ്വേഡായിട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാസ് ഫ്രേസ് ആയിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് മാറ്റുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്തൊരു ഓതൻറ്റിക്കേഷൻ ഉണ്ടാവുമല്ലേ, പക്ഷേ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എല്ലാത്തിനും സെയിം ആയിരിക്കും. ചിലപ്പോൾ അഡ്മിൻ എന്നായിരിക്കും, ചിലപ്പോൾ അഡ്മിൻ പാസ്വേഡ് എന്നായിരിക്കും. അങ്ങനെയുള്ള പാസ്വേഡ് എല്ലാം സാധാരണ വളരെ സിമ്പിളായിട്ട് വരുന്ന പാസ്വേഡാണ്. അതുകൊണ്ട് എപ്പോഴും ഡീഫോൾട്ടായിട്ട് വരുന്ന പാസ്വേഡ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിലൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ, ഓതൻറ്റിക്കേഷനുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാസ്വേഡ് മാറ്റി നമ്മുടേതായൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പാസ്വേഡിനെ പറ്റിയും പാസ്വേഡ് ക്രാക്കിങ്ങിനെ പറ്റിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ ഓൺലൈൻ അക്കൗണ്ടുകൾക്കും ഓഫ്ലൈൻ അക്കൗണ്ടുകൾക്കും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുക. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ സാധാരണ കാണുന്ന 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ഇത് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനാണ്. എന്ന് വെച്ചാൽ പാസ്വേഡ് മാത്രം പോരാ, നമ്മുടെ ഫോണിൽ വരുന്ന OTPയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു അഡീഷണൽ സെക്യൂരിറ്റി മെഷറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് അറിയാതെ ക്രാക്കായി പോയാൽ അല്ലെങ്കിൽ ലോസ്റ്റ് ആയി പോയി വേറൊരാൾക്ക് കിട്ടിയെങ്കിൽ ആ പാസ്വേഡ് മാത്രം വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫോണിൽ വരുന്ന OTPയും കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി 3, എല്ലാ ഓൺലൈൻ അക്കൗണ്ടുകളിലും സെയിം പാസ്വേഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു ഇമെയിൽ ID കാണും. ആ ഒരു ഇമെയിൽ ID വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങാം, ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങാം, ആമസോണിൽ അക്കൗണ്ട് തുടങ്ങാം. ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് വേറെ പല വെബ്സൈറ്റുകളിലും ഈ ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാം. സാധാരണ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ അക്കൗണ്ടുകളിലും നമ്മൾ സാധാരണ ഒരൊറ്റ പാസ്വേഡ് ആയിരിക്കും കൊടുക്കാറല്ലേ. അതാകുമ്പം ഓർത്ത് വയ്ക്കാനും എളുപ്പമുണ്ട്, നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ സൈറ്റുകളിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ഒരു അറ്റാക്കർ ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഡേറ്റാബേസ് മുഴുവൻ അവരുടെ കൈവശമാക്കിയാൽ, ഹാക്കേഴ്സിൻ്റെ കൈവശമാക്കിയാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ റിവീൽ ആവുകയാണ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അവിടെ റിവീൽ ആവുകയാണ്. അപ്പോൾ ഈ ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് അറ്റാക്കേഴ്സിന് വേണമെങ്കിൽ ബാക്കിയുള്ള സൈറ്റുകളിൽ വെറുതെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ലോഗിൻ ആവുകയാണെങ്കിൽ ആ അക്കൗണ്ടും അവരുടെ കൈവശമാവും. അതുകൊണ്ട് നമ്മുടെ ഓരോ ഓൺലൈൻ അക്കൗണ്ടുകളിലും ഓരോ പാസ്വേഡ്സ് യൂസ് ചെയ്യുക. നമുക്കറിയാം വൈറസ് അറ്റാക്കാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ വൈറസ് എന്ന് പറയുന്നത് പല മാൽവെയറുകളിൽ ഒരെണ്ണം മാത്രമാണ്.
നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ, ഒരു ടോട്ടൽ സെക്യൂരിറ്റി സൊല്യൂഷനകത്ത് ഒരു ആൻറ്റിവൈറസ് ഉണ്ടാവും, അതുപോലെ ആൻറ്റി മാൽവെയർ ഉണ്ടാവും, ഫയർവാൾ ഉണ്ടാവും, ആൻറ്റി സ്പൈവെയർ ഉണ്ടാവും, അതുപോലെ നമ്മളെ പല സൈബർ അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ടോട്ടൽ സെക്യൂരിറ്റി ടൂൾ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ പല സൈബർ അറ്റാക്കുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന ടോട്ടൽ സെക്യൂരിറ്റി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ബ്രൗസറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർസും എല്ലാം അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കോഡാണല്ലേ, ഡിജിറ്റലായിട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും കോഡാണ്. നമ്മുടെ വിൻഡോസ് 10 കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നമ്മുടെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൽ എത്ര ലൈൻ കോഡ് ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? നമ്മുടെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് 50 മില്യൺ ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് കോഡുകൾ ചെറിയ മിസ്മാച്ച് വരാൻ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവാം. ഈ മിസ്റ്റേക്കുകളെ ബഗ്സ് എന്ന് പറയുന്നു. ചില ബഗ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് സെക്യൂരിറ്റി ബഗ്സ് അല്ലെങ്കിൽ വൾനറബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ബഗ്സിനെ, അതായത് കോഡ്സിലുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൾനറബിലിറ്റി ഇല്ലാതെയാവും, നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനി ആ കോഡ് കറക്റ്റ് ചെയ്തിട്ട് ഓരോ അപ്ഡേറ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഈ അപ്ഡേറ്റ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ആ കോഡിൻ്റെ മിസ്റ്റേക്സ് ഇല്ലാതാവുന്നു അല്ലെങ്കിൽ പാച്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറും ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാൻ പറ്റാതാവും. ഇതുകൊണ്ടാണ് അപ്ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്. ഇനി ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വലിയ അറ്റാക്ക് സർഫസ് ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ അറ്റാക്കുകൾ പല രീതിയിലായിരിക്കും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്നും എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ട് മെയിൽ വരും. ചിലപ്പോൾ ബാങ്കിൽ നിന്നാണെന്നും അവർ ചോദിക്കുന്ന ഡേറ്റ കൊടുത്തില്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസിങ് ആയിട്ടുള്ള മെയിലുകൾ നമുക്ക് വരും. എല്ലാം നല്ല പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ബാങ്കിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഓഫീസിൽ നിന്നായിരിക്കും, അവർ ചോദിക്കുന്ന ഡേറ്റ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം നമ്മൾ ചെയ്യും. ചിലപ്പോൾ അതിനകത്തൊരു ലിങ്ക് ഉണ്ടാവും, അതൊരു ഫിഷിംഗ് സൈറ്റിലോട്ട് പോകാനുള്ള ലിങ്ക് ആയിരിക്കും. ആ ഫിഷിംഗ് സൈറ്റിൽ വെച്ചിട്ട് നിങ്ങളെ വേണമെങ്കിൽ ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മെയിൽസും ഓപ്പൺ ചെയ്യരുത്. ഇങ്ങനെയുള്ള മെയിലിൽ വരുന്ന ലിങ്കുകൾ ഒന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മെയിലുകളിൽ വരുന്ന അറ്റാച്ച്മെൻറ്റ്സ്. ചില മെയിലുകളിൽ പറയാണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം ലീക്ക് ആയിട്ടുണ്ട്, അതെല്ലാം ഞാൻ കംപ്രസ് ചെയ്തിട്ട് ഈ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റിൽ ശരിക്കും ഉണ്ടാകുന്ന ഒരു വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാൽവെയർ ആയിരിക്കും. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറും ആ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആവുകയാണ്. അവർക്ക് ആ ഒരു മാൽവെയർ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു മാൽവെയർ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വൈറസ് അല്ലെങ്കിൽ മാൽവെയർ വെച്ചിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ട് ഇൻഫെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസിനെയും ഇൻഫെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും വരുന്ന മെസ്സേജസും അതിനകത്ത് വരുന്ന ലിങ്ക്സും, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ആരെങ്കിലും മെസ്സേജോ മെയിലോ എന്തയച്ചാലും അത് ഇഗ്നോർ ചെയ്യുക. നമുക്ക് ഒരുപാട് ഫോർവേഡ് മെസ്സേജസ് വരാറുണ്ടല്ലേ, ഇന്നൊരു മെസ്സേജ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ, 5 അല്ലെങ്കിൽ 10 പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഐപോഡ് വിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് മെസ്സേജസ് വരാറുണ്ട്. അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ വരുന്ന മെസ്സേജുകളിലുള്ള ലിങ്കിൽ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മുഴുവൻ ഹാക്കേഴ്സിൻ്റെ കയ്യിലാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലൊക്കെ വരുന്ന മെസ്സേജസും വാട്സാപ്പിൽ വരുന്ന മെസ്സേജസും എല്ലാ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസും നമുക്ക് വരുന്ന മെസ്സേജസ് വളരെയധികം സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇതുപോലെ നമുക്ക് ഒരുപാട് തട്ടിപ്പ് കോളുകൾ വരാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അക്കൗണ്ട് ഹാക്കായി പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ചിലപ്പം കോൾ വരാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്മുടെ കാർഡ് ബ്ലോക്ക് ആവാൻ പോവുകയാണ്, അതുകൊണ്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കോൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസ് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കുക. എന്നിട്ട് ഇങ്ങനൊരു കോൾ വന്നെന്ന് പറയുക. ഒരിക്കലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫോൺ കോൾ വഴി ഷെയർ ചെയ്യരുത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കരുത്.
നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഒരുപാട് ട്രാപ്പുകളുണ്ട്. ഇഷ്ടം പോലെ ഹാക്കേഴ്സ് ഇൻ്റർനെറ്റിലുണ്ട്. അതുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള ചാറ്റ് ഗ്രൂപ്പുകളിലൊന്നും ഒരിക്കലും ജോയിൻ ചെയ്യരുത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴി പരിചയപ്പെട്ട ആൾക്കാർ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. കാരണം ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ബാക്കിലിരിക്കുന്ന ആളെ നമുക്കറിയത്തില്ല. ചിലപ്പോൾ അയാൾ വേറൊരാളെ ഇംപേഴ്സണേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ ആൾ നല്ലയാളാണോ ചീത്തയാളാണോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. അതുപോലെ ചാറ്റ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഹാക്കേഴ്സിന് വേണമെങ്കിൽ ആൾക്കാരെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു അല്ലേ, എങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഹാക്കേഴ്സ് ഓഫറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫർ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനും മൊബൈൽ ഫോണിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആപ്സും സോഫ്റ്റ്വെയർസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാ സോഫ്റ്റ്വെയർസും ആപ്സും പെയ്ഡാണ്. ഈ പെയ്ഡായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ക്രാക്ഡ് വേർഷൻ നമുക്ക് വേറെ സൈറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ടോറൻറ്റിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അഡോബി പ്രീമിയറിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ, ട്രോജൻ എന്ന് പറയുന്ന ഒരു മാൽവെയർ ഉണ്ട്. ഈ മാൽവെയർ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോഡിൻ്റെ കൂട്ടത്ത് ഒളിഞ്ഞിരിക്കും. ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ട്രോജനും റണ്ണാവും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും മാൽവെയർ ഇൻഫെക്റ്റഡ് ആവും. ഈ പറഞ്ഞ കാര്യം മൊബൈൽ ഫോണിനും ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ പെയ്ഡായിട്ടുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേറെ സൈറ്റുകളുണ്ട്. പക്ഷേ ആ സൈറ്റുകളിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മാൽവെയർ ഉണ്ടാവും. ആ മാൽവെയർ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഒരിക്കലും പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ പാടില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഉപയോഗം കഴിഞ്ഞാലുടൻ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിവൈസസ് ഇങ്ങനെ ഓൺ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഹാക്കായി പോകാനുള്ള ചാൻസ് നമ്മളായിട്ട് തന്നെ കൂട്ടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളിത് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോവുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക് സെക്യൂർ ആക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും വൈഫൈ ഉണ്ടല്ലേ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വൈഫൈ നെറ്റ്വർക്കുകളൊന്നും ഒട്ടും സേഫ് അല്ല, സെക്യൂർ അല്ല. എന്ന് വെച്ചാൽ ഒന്നേ ആ വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് അത്ര സെക്യൂർഡ് അല്ലായിരിക്കും, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള പാസ്വേഡുകളായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ WPS എനേബിൾഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റ്വർക്കിനകത്തോട്ട് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളും, നിങ്ങളുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാ ഡിവൈസുകളെയും നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റുന്ന വീക്കായിട്ടുള്ള പാസ്വേഡ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിന് കൊടുക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും WPS ഡിസേബിൾ ചെയ്തിടുക. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിന് WPA2 അല്ലെങ്കിൽ WPA3 സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള വൈഫൈ നെറ്റ്വർക്ക് എങ്ങനെ സെക്യൂർ ആക്കാം, എങ്ങനെ ഹാക്ക് പ്രൂഫ് ആക്കാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക. പിന്നെ നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ പോകുമ്പോഴേ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴേക്ക് അവർ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ തരാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഡേറ്റ സേവ് ചെയ്യാനും പറ്റും, കൺവീനിയൻറ്റുമാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകളിൽ കണക്ട് ചെയ്യരുത്. അത് വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഈ പബ്ലിക് നെറ്റ്വർക്കുകളിൽ ആരൊക്കെ ഉണ്ടെന്നും ഈ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിനകത്ത് ഓൾറെഡി ഹാക്കേഴ്സ് ഉണ്ടാകാം. അങ്ങനെ ഒരു ഹാക്കർ ഉണ്ടെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പോലുള്ള നെറ്റ്വർക്ക് അറ്റാക്കുകൾ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇൻ്റർനെറ്റിലേക്ക് അയക്കുന്ന എല്ലാ ഡേറ്റ പാക്കറ്റ്സ് അവർക്ക് ക്യാപ്ചർ ചെയ്യാനും പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം അവർക്ക് റെക്കോർഡ് ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സർവീസുകളിലോ OSലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഹാക്കേഴ്സിന് ആ പബ്ലിക് വൈഫൈ വഴി നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഒരു പബ്ലിക് വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. ഇനി നമ്മുടെ ലാപ്ടോപ്പിലും ഫോണിലും വൈഫൈ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്തിടുക.
ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പബ്ലിക്കായിട്ട് വളരെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ മാത്രമേ ഇടാവൂ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോവുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും സിനിമ കാണാൻ പോവുകയാണെങ്കിൽ, നമ്മുടെ ലൊക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ആരൊക്കെയാണ്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താണ്, നമുക്ക് പെറ്റുണ്ടെങ്കിൽ അതിൻ്റെ പേര്, നമ്മൾ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പബ്ലിഷ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ പബ്ലിക് ആക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഹാക്കേഴ്സിന് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാനും പല അറ്റാക്കുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നതല്ലേ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് ഒരു വേർഡ് ലിസ്റ്റ് വെച്ച് പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടാക്കി അത് വെച്ചിട്ട് നമ്മളെ വേണമെങ്കിൽ ഹാക്ക് ചെയ്യാമെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. ചില ആൾക്കാർ കൊടുക്കുന്നത് വാട്ട് ഈസ് മൈ പെറ്റ് നെയിം, അല്ലെങ്കിൽ ചിലപ്പോൾ വാട്ട് ഈസ് മൈ ഫസ്റ്റ് സ്കൂൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഫേസ്ബുക്ക് വഴി പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഹാക്കേഴ്സിന് സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു ടെക്നിക്ക് മാത്രമാണ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് അറ്റാക്കുകൾ ഹാക്കേഴ്സിന് നമുക്ക് നേരെ ചെയ്യാൻ പറ്റും. ഇനിയുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു അൺനോൺ ഡിവൈസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യരുത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അറ്റാക്കാണ് USB HID അറ്റാക്ക്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. വെറും ഒരു USB നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ മാത്രം മതി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ കൺട്രോൾ സെക്കൻഡുകൾ കൊണ്ട് ഹാക്കേഴ്സിൻ്റെ കയ്യിലാവാൻ. ഈ ഹാക്കേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, റെസ്റ്റോറൻറ്റ്സിൽ, പാർക്കിൽ, അതുപോലെ പാർക്കിംഗ് ലോട്ടിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ആംഡ് ആയിട്ടുള്ള USB ഡിവൈസസ്, ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB ഡിവൈസസ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുകയാണെങ്കിൽ നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് എടുക്കുകയും നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയും ചെയ്യും. കണക്ട് ചെയ്താൽ തീർന്നു. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണും റെഗുലറായിട്ട് ബാക്കപ്പ് എടുത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നും കോപ്പി ചെയ്തിട്ട് വേറെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ അഥവാ ഹാക്കായി പോയാലും നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ ഡേറ്റ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ അക്കൗണ്ട്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഡിവൈസസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹാക്കേഴ്സിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.